Hi friends, welcome to പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോനകത്ത് Redmi Note 10 Pro Maxന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് 20,000 രൂപയുടെ താഴെയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ് Redmi Note 10 Pro Max. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്ന മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെല്ലൈക്കൺ തന്നെ ഇവിടെ ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 164.5 mm ആണ് ഈ ഒരു ഫോണിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ വിട്ടിലേക്ക് വരുവാണെങ്കിൽ 76.1 mm ആണ് ഈ ഒരു ഫോണിന് വിത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത് 8.1 mm ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത്. പിന്നെ വെയിറ്റിലേക്ക് വരുവാണെങ്കിൽ 192 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണ് ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് വന്നിരിക്കുന്നത് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് വന്നിരിക്കുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ഫോണിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വന്നിരിക്കുന്നത് 20:9 ആണ് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഫോണിന് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് Gorilla Glass 5 ആണ് ഈ ഒരു ഫോണിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് ചെറിയ സ്ക്രാച്ച് ഒന്നും വീഴില്ല നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലും ഗ്ലാസ് ബിൽഡാണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിന് കൊടുത്തേക്കുന്ന ചിപ്സെറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ 735G എന്നൊരു മികച്ച ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെട്ടെന്ന് സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റും. നല്ല രീതിയിൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കൂടി ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഏതൊക്കെ വേരിയൻറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കാം. ഒന്നാമത്തെ വേരിയൻ്റാണ് 6GB 64GB, പിന്നെ 6GB 128GB. ഇനി അവസാനമുള്ള വേരിയൻ്റാണ് 8GB 128GB. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിലാണ് നമ്മുടെ ഫോൺ അവൈലബിൾ ആവുന്നത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുവാണെങ്കിൽ മെയിൻ ക്യാമറയിനകത്ത് 108 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാപിക്സലിൻ്റെ മൈക്രോയും പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണ് മെയിൻ ക്യാമറയായിട്ട് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ 5020 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ഫോണിനുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കേബിൾ അയച്ച ടൈപ്പ് സി കേബിളാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത് Android 11 ആണ് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലിം സ്ലോട്ടിലേക്ക് വരുവാണെങ്കിൽ ഡ്യുവൽ നാനോ സിം ആണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ SD കാർഡ് സ്ലോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഈ ഒരു ഫോൺ ഏതൊക്കെ കളറിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഡാർക്ക് നൈറ്റ് എന്നൊരു കളറിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വിൻഡാഗ് ബ്രൗൺസ് എന്നൊരു കളറിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഗാർലിക് ബ്ലൂ എന്നൊരു കളറിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 3 കളറിനകത്താണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 18,999 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ 20,000 രൂപയുടെ താഴേക്കുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ് Redmi Note 10 Pro Max എന്നൊരു ഫോണും. അപ്പോൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, ക്യാമറയിലെ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, പിന്നെ ഫോണിൻ്റെ എല്ലാം അടിപൊളി ഫീച്ചേഴ്സും ഞങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ തന്നിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ബാക്കാണ്, ബാക്ക് ഗ്ലാസ് ബാക്കാണ്, Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു കിടിലൻ ഫോൺ തന്നെയാണ്. 20,000 രൂപയുടെ താഴേക്കുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ് Redmi Note 10 Pro Max. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.